നമസ്കാരം. കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സെഡാനൊപ്പം ദീർഘകാലം വാഹനം ഓടിച്ച ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോ. ഇന്ത്യയിൽ ഒരുപാട് വാഹന ബ്രാൻഡുകളുണ്ട്. വാഹന ബ്രാൻഡുകൾക്കെല്ലാം തന്നെ വ്യത്യസ്ത സെഗ്മെൻറ്റിൽ SUVകളുമുണ്ട്. SUVകളുടെ നാടാണ് ഇന്ത്യ എന്ന് എല്ലായ്പ്പോഴും ഞാൻ പറയാറുണ്ട്. SUV ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ ഏറെയും. എങ്കിലും ഇതിനിടയിൽ സെഡാൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നവർക്ക് മുന്നിൽ വലിയ ഒരു നേട്ടത്തോടെ നിൽക്കുകയാണ് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഡിസയർ. ജാപ്പനീസ് ഓട്ടോമേക്കർ സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ്റെ സബ്സിഡറി ആയ മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ഇവിടെ എത്തിയത് 1981-ലാണ്. 81-ൽ ഐക്കോണിക് മാരുതി 800 അവതരിപ്പിച്ചുകൊണ്ട് നാളെ ഇത്രയും വലിയൊരു വാഹന പോർട്ട്ഫോളിയോ അവതരിപ്പിച്ച് ഓരോ വീട്ടിലെയും ബ്രാൻഡായി, ഓരോ മനസ്സിലെയും ബ്രാൻഡായി മാറിയിരിക്കുകയാണ് മാരുതി സുസുക്കി. ഇന്നിപ്പോൾ ഇവരുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ 16 വാഹന മോഡലുകളുണ്ട്, 150-ലധികം വേരിയൻറ്റുകളുണ്ട്. ഹാച്ച് ബാക്ക് മുതൽ ഇലക്ട്രിക് SUV വരെ വരുന്ന ഒരു നീണ്ട ശ്രേണികയാണ് മാരുതി സുസുക്കിക്കുള്ളത്. വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഒരുപാട് വാഹന ബ്രാൻഡുകളാണ് ഇന്ത്യയിൽ ഇങ്ങനെ മത്സരിക്കുന്നത്. അവരുടെ തന്നെ SUVകളുടെ ഒരു നീണ്ട നിരയുണ്ട്. ഈ SUVകൾക്കിടയിൽ തനതായ ഒരു സ്ഥാനം നേടിയ ഒന്നാണ് മാരുതി സുസുക്കിയുടെ ഡിസയർ. ഡിസയറിൻ്റെ 4th ജനറേഷൻ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തുന്നത് നവംബർ 11, 2024-ലാണ്. ശരിക്കും ഒരു വർഷം ആകാൻ പോകുന്നു. ഈ കാലഘട്ടം കൊണ്ട് തന്നെ ഈ SUVകളോടൊക്കെ മത്സരിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനമായി മാരുതി സുസുക്കി ഡിസയർ 2025 ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ 1ാം സ്ഥാനം നേടി. ഡിസയർ ആദ്യമായിട്ട് ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തുന്നത് 2008-ലാണ്. 2008-ൽ ഫസ്റ്റ് ജനറേഷൻ വന്നു, 2011-ൽ സെക്കൻഡ് ജനറേഷൻ വന്നു, 2017-ൽ തേർഡ് ജനറേഷൻ വന്നു. 2024-ൽ ഒരുപാട് മാറ്റങ്ങളോടെ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗോടെ സ്റ്റാൻഡേർഡായിട്ട് 6 എയർ ബാഗുകളൊക്കെ അവതരിപ്പിച്ച് ഡിസൈനിൽ ഭയങ്കരമായ പുതുമകളൊക്കെ കൊണ്ടുവന്ന് അവർ ഈ വാഹനം ഇങ്ങോട്ട് അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യൻ ജനമനസ്സുകളിൽ ഒരു വല്ലാത്ത ഒരു അക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ വാഹനത്തിന് ഒരു അക്സെപ്റ്റൻസ് ഒരു രക്ഷയുമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് 2025 ജൂലൈയിലും ഓഗസ്റ്റിലും ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കുന്ന വാഹനങ്ങളുടെ ഒരു നിര എടുക്കുമ്പോൾ അതിൽ 1ാം സ്ഥാനം നേടാൻ മാരുതി സുസുക്കി ഡിസയറിന് കഴിഞ്ഞത്. 20,000 യൂണിറ്റൊക്കെയാണ് ഒരു മാസം ഈ വാഹനം വിൽക്കുന്നത്. അപ്പോൾ മാരുതി സുസുക്കിയുടെ സ്ട്രാറ്റജി എന്താണ്? ഡിസയർ എങ്ങനെ അവർ ഇത്രയധികം വിൽക്കുന്നു, ഇത്രയധികം ഇങ്ങനെ അക്സെപ്റ്റൻസ് വന്നു? എൻ്റെ ദീർഘകാലം ഈ വാഹനം ഉപയോഗിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണ്? ARAI സർട്ടിഫൈഡ് മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ കണക്കുകളാണ് നിർമ്മാതാക്കൾ പറയുന്നത്. CNGയിലാണെങ്കിലും പെട്രോളിലാണെങ്കിലും വലിയ കണക്കുകൾ. പക്ഷേ നമ്മളുടെ ഹെക്ടിക് ട്രാഫിക്കിലൂടെ, നഗരത്തിലൂടെയാണെങ്കിലും ഗ്രാമത്തിലൂടെയാണെങ്കിലും ഹൈവേയിലൂടെയും ഒക്കെ ഓടിച്ചപ്പോൾ ആവറേജ് എത്ര കിലോമീറ്റർ എനിക്ക് ഡെയിലി യൂസിൽ കിട്ടി എന്നറിയാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടാകും. അപ്പം ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, ഈ വാഹനം ഇന്ന് ഏത് രീതിയിൽ അവർ പൊസിഷൻ ചെയ്തിരിക്കുന്നു, മാരുതി സുസുക്കി അതിൻ്റെ പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്ന വലിയ സ്ട്രാറ്റജി എന്താണ്? ഏറ്റവും വലുതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ അഫോർഡബിൾ പ്രൈസാണ്. അതേപോലെ തന്നെ പെട്രോളിലും CNGയിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞു. മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഒക്കെ തന്നെയുണ്ട്. എല്ലാവരെയും വെല്ലുന്ന ഒരു ഫ്യൂൽ എഫിഷ്യൻസിയാണ് അവർ പറയുന്നത്. ബ്രാൻഡിൻ്റെ അക്സെപ്റ്റൻസ് എടുത്തു പറയുന്നു. പിന്നെ ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും സബ് അർബൻ ഏരിയയിലാണെങ്കിലും എവിടെയും മാരുതി സർവീസ് പോയിന്റുകളുണ്ട്. അപ്പോൾ അഫോർഡബിലിറ്റിയും അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയും അതിൻ്റെ സേഫ്റ്റിയും അതിൻ്റെ സ്റ്റൈലിങ്ങും ഡ്രൈവിംഗ് കംഫർട്ടും എല്ലാം കൂടെ ചേർന്ന ഒരു സ്ട്രാറ്റജി ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് മാരുതി സുസുക്കി ഡിസയർ ഇത്രയധികം യൂണിറ്റുകൾ ഇന്ത്യയിൽ വിൽക്കുന്നത്. ഈ കാലഘട്ടം കൊണ്ട് 2008-ൽ തുടങ്ങിയ ആ ജൈത്ര യാത്ര ശരിക്കും ഇതിൻ്റെ 4th ജനറേഷൻ കഴിഞ്ഞ നവംബറിൽ ഇവർ അവതരിപ്പിക്കുമ്പോൾ 27 ലക്ഷം യൂണിറ്റ് മാരുതി ഡിസയർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജാനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 1,60,000 യൂണിറ്റുകളോളം അവർ വിറ്റ് കഴിഞ്ഞു. ശരിക്കും ഈ ഒരു വർഷം അവസാനത്തോട് കൂടിയിട്ട് ഒരു 30 ലക്ഷം എന്നുള്ള ഒരു കണക്കിലേക്ക് തന്നെ അടുക്കുകയാണ് മാരുതി സുസുക്കി ഡിസയർ. മാരുതി സുസുക്കി ഡിസയർ ഇതിൻ്റെ ഒരു വോളിയം സെയിൽസിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ടാക്സി ക്യാബ് വിഭാഗം. ഡിസയറിൻ്റെ ടൂർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന് നിർണായക പങ്കുണ്ട്. CNG ഡിസയർ പതിപ്പ് ടാക്സി ക്യാബ് വിഭാഗത്തിൽ വലിയ രീതിയിൽ വിറ്റുപോകുന്നു. ശരിക്കും ഇതിൻ്റെ ഒരു അഫോർഡബിൾ പ്രൈസും അതുപോലെ തന്നെ വളരെ വലിയൊരു ഫ്യൂവൽ എഫിഷ്യൻസിയും ഒക്കെ തന്നെയാണ് അതിൻ്റെ ഇത്രയധികം അക്സെപ്റ്റൻസിന് കാരണം. എന്തായാലും വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഫ്യൂവൽ സ്ട്രാറ്റജി ഇറക്കി ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്ന മാരുതി സുസുക്കി ഡിസയർ ഏതൊക്കെ കാര്യങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് നോക്കാം. ശരിക്കും മികച്ച ഒരു സ്റ്റൈലിങ്ങിലാണ് നവംബർ 11, 2024 മാരുതി സുസുക്കിയുടെ 4th ജനറേഷൻ ഇറക്കിയത്. ശരിക്കും ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ചെറുതാണെങ്കിലും ഒരു കുഞ്ഞൻ സൺറൂഫ് വേണം എന്നുള്ള ആഗ്രഹം അവർ 4th ജനറേഷനിൽ സാധിച്ചു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പോലും ഒരു ചെറിയ സൺറൂഫ് നൽകാൻ അവർക്ക് സാധിച്ചു. അതുപോലെ തന്നെ 360 ക്യാമറ കൊണ്ടുവന്നു. 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി എല്ലാ വേരിയന്റുകളിലും കൊണ്ടുവന്നു. CNG പതിപ്പിലും പെട്രോളിലും ഒക്കെ തന്നെ അവർ വാഹനം അവതരിപ്പിച്ചു. അതേപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ നേടുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ഇപ്പോൾ സേഫ്റ്റി കോൺഷ്യസ് ആണ്. അവർക്ക് അങ്ങനെയും കൂടി ഒരു ഉറപ്പ് മാരുതി സുസുക്കിയിൽ നിന്ന് കിട്ടുന്നു. സേഫ്റ്റിക്ക് കൂടി 5 സ്റ്റാർ നേടിയതോടുകൂടി ഫാമിലി ഓഡിയൻസിൻ്റെ ഒരു വലിയ ഒഴുക്കാണ് മാരുതി സുസുക്കി ഡിസയറിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കസ്റ്റമേഴ്സ് അതിലേക്ക് വന്നു. അവരുടെ എല്ലാ വേരിയൻറ്റുകളിലും 6 എയർ ബാഗുകൾ മുതൽ ഇതിൻ്റെ ടെക്നോളജി മാരുതി സുസുക്കി കണക്ട് ആപ്പൊക്കെ തന്നെ വന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ റെക്കോർഡ് സെയിലിലേക്ക് മാരുതി സുസുക്കി ഡിസയർ വന്നു. മറ്റ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹ്യുണ്ടായി ക്രെറ്റയായിരുന്നു അന്ന്. 3ാം സ്ഥാനത്ത് എർട്ടിഗയും, 4ാം സ്ഥാനത്ത് വാഗണാറും, 5ാം സ്ഥാനത്തേക്ക് സ്വിഫ്റ്റും പോയി. എങ്കിലും ആദ്യത്തെ 10 വാഹനങ്ങൾ മികച്ച വിൽപ്പനയിലുള്ള ഒരു മാസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 വാഹനങ്ങളിൽ 7ഉം നേടിയിരിക്കുന്നത് മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡ് ആണ്. ശരിക്കും ഈ വാഹന ബ്രാൻഡിൻ്റെ അക്സെപ്റ്റൻസ് അത്രയ്ക്കുണ്ട് എന്ന് തന്നെ പറയുന്നു. എന്തായാലും മാരുതി സുസുക്കി ഡിസയറിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇതിൻ്റെ ഓൾറെഡി നാഷണൽ ഡ്രൈവ് ചെയ്തതാണ്. അതെല്ലാം ഒന്ന് ജസ്റ്റ് എന്തൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് ഒന്ന് പറയാം. എന്തായാലും GST റിഡക്ഷൻ വന്നിട്ടുണ്ട്. ബേസ് മോഡലിന് ഏകദേശം 72,000 രൂപ വരെ കുറവിലാണ് ഇപ്പോൾ ഈ വാഹനം ലഭിക്കുക. 10 ലക്ഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾ എന്ന നിലയിലേക്ക് അതിൻ്റെ സെസ്, അതുപോലെ തന്നെ GST റിഡക്ഷൻ, ഇതൊക്കെ തന്നെ കഴിഞ്ഞ് മികച്ച ഒരു വിലയിലാണ് മാരുതി സുസുക്കി ഡിസയർ ലഭിക്കുന്നത്. ഇതിൻ്റെ വിലയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ കോമ്പാക്ട് സെഡാൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അഫോർഡബിൾ പ്രൈസും അതുപോലെ തന്നെ ലോ മെയിൻ്റനൻസ് കോസ്റ്റും ഉയർന്ന ഇന്ധനക്ഷമതയുമാണ്. ശരിക്കും CNGയിലും പെട്രോളിലും വാഹനം എത്തുന്നു എന്ന് തന്നെ വലിയ ഒരു കാര്യമാണ്. മാരുതി സുസുക്കിയുടെ അതിപ്രശസ്തമായ തെർമൽ എഫിഷ്യൻറ്റ് Z സീരീസ് എഞ്ചിനിലാണ് വാഹനം എത്തുന്നത്. ടെക്നിക്കലി യാതൊരു വിധമായ മാറ്റങ്ങളും വന്നിട്ടില്ല. അപ്പോൾ GST റിഡക്ഷനോട് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഡിസയറിൻ്റെ ബേസ് വേരിയൻ്റ് പ്രൈസ് കട്ട്, അതായത് GST ഇളവുകൾ വന്നപ്പോൾ, സെസ് ഇളവുകൾ വന്നപ്പോൾ 87,700 രൂപയുടെ റിഡക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് ഇപ്പോൾ തുടങ്ങുന്നത് നമ്മൾ ഞെട്ടുന്ന ഒരു വിലയിലാണ്. 6,25,600 രൂപ എക്സ് ഷോറൂം പ്രൈസിലാണ് മാരുതി സുസുക്കിയുടെ ബേസ് വേരിയൻറ്റ് തുടങ്ങുന്നത്. 6 വേരിയൻറ്റുകളിലാണ് മാരുതി സുസുക്കി വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ CNG പതിപ്പുമുണ്ട്. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും വാഹനം എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബേസ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ LXI മാനുവൽ ട്രാൻസ്മിഷൻ, അതിന്റെ വിലയാണ് 6,25,600 രൂപ. ഇത് എക്സ് ഷോറൂം പ്രൈസ് ആണ്. ഇതിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷന്റെ വില വരുന്നത് 7,62,200 രൂപയാണ്. ഇതും എക്സ് ഷോറൂമാണ്. ഇതിപ്പോൾ ലേറ്റസ്റ്റ്, അതായത് GST റിഡക്ഷൻ അതുപോലെ തന്നെ സെസ് ഇളവുകൾ ഒക്കെ കഴിഞ്ഞുള്ള വിലയാണ് ഞാൻ പറഞ്ഞത്. 10 ലക്ഷത്തിൽ താഴെ വില വരുന്ന വാഹനങ്ങളിൽ നിന്ന നിലയിൽ ശരിക്കും വലിയ ഒരു പ്രൈസ് കട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. മാരുതി സുസുക്കി ഡിസയറിന്റെ മൊത്തത്തിലുള്ള സെയിൽസ് വോളിയത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒന്നാണ് അതിൻ്റെ CNG പതിപ്പുകളുടെ സെയിൽ. ശരിക്കും ടാക്സി ക്യാബ് വിഭാഗത്തിൽ കൂടുതലായിട്ടും വിറ്റുപോകുന്നതും ഇതിൻ്റെ CNG പതിപ്പുകളാണ്. അപ്പോൾ 2 വേരിയൻറ്റുകളിൽ VXIയിലും ZSIയിലും CNG പതിപ്പുകൾ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില GST റിഡക്ഷൻ കഴിഞ്ഞ ശേഷം ഇപ്പോൾ വില തുടങ്ങുന്നത് 8,31,000 രൂപയാണ്. ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ ജനറേഷനേക്കാൾ ശരിക്കും 8% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 33 കിലോമീറ്ററൊക്കെ 1 കിലോ CNGയിൽ ഓടാൻ കഴിയും എന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. ഇവർ പറയുന്ന ഈ ഒരു കണക്കിനടുത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം അക്സെപ്റ്റൻസോടുകൂടി മനുഷ്യർ, മധ്യവർഗം ടാക്സിയായി ഓടിക്കാനും വീട്ടിലേക്ക് വേണ്ടിയും ഒക്കെ തന്നെയും ഈ വാഹനം ഇത്രയധികം വാങ്ങിക്കുന്നതും. മൾട്ടി ഫ്യൂവൽ സ്ട്രാറ്റജിയാണ് മാരുതി സുസുക്കിയുടെ വിജയത്തിന് പിന്നിൽ എന്ന് പറയാം. 1.2 ലിറ്റർ Z സീരീസ് എഞ്ചിനിൽ എത്തുന്ന ഈ വാഹനത്തിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ARAI കണക്കിൽ പ്രകാരം വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 24.79 km
ആണ്. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. CNGയുടെ കണക്കെന്ന് പറഞ്ഞാൽ വലിയ കണക്കുകളാണ് അവർ പറയുന്നത്. 33.73 കിലോമീറ്ററാണ് 1 കിലോ CNGക്ക് മാരുതി സുസുക്കി ഡിസയർ പറയുന്ന കണക്കുകൾ. പക്ഷേ ഞാൻ ഈ വാഹനം 1000 കിലോമീറ്ററോളം ഓടിച്ചു. 10-20 ദിവസമായിട്ട് മാരുതി സുസുക്കിയുടെ ഈ ഒരു ഡിസയർ എൻ്റെ ഒപ്പമുണ്ട്. കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ വരെ പോയി, അതുപോലെ തന്നെ വീണ്ടും തിരുവനന്തപുരം വരെ പോയി സിറ്റിയിൽ എൻ്റെ ഓഫീസിലേക്കുള്ള യാത്രയിൽ സിറ്റിയിലൂടെ ഡെയിലി ഓടിക്കുന്നു. പക്ഷേ എനിക്ക് ആവറേജ്, എൻ്റെ ഡ്രൈവിംഗ് പാറ്റേൺ ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, റിയൽ ലൈഫിൽ എനിക്ക് കിട്ടിയത് ആവറേജ് 14 കിലോമീറ്റർ മാത്രമാണ് എന്നുകൂടി എടുത്തു പറയുന്നു. നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും ആ ഒരു കണക്കിന് അപ്പുറത്തേക്ക് പോകുന്നില്ല. ARI സർട്ടിഫൈഡ് ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ മൈലേജ് എന്ന് പറയുമ്പോൾ അത് എല്ലായ്പ്പോഴും നമുക്കറിയാം നിർദ്ദിഷ്ടമായ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ എക്സ്പേർട്സ് ഒക്കെ വെച്ചിട്ട് ഓടിക്കുന്ന കണക്കുകളാണ് വാഹന നിർമ്മാതാക്കൾ എപ്പോഴും വലിയൊരു ഹൈപ്പോട് കൂടി പറയുന്നത്. പക്ഷേ റിയൽ ലൈഫിലേക്ക് നമ്മൾ വരുമ്പോൾ അതിനടുത്ത് കണക്കുകൾ ഒരിക്കലും എത്താറില്ല. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. 1000 കിലോമീറ്ററിൽ കൂടുതലായി ഈ വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫ്യൂൽ എഫിഷ്യൻസി, AC ഒക്കെ ഇട്ട് ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫ്യൂൽ എഫിഷ്യൻസി ആവറേജ് 14 കിലോമീറ്റർ മാത്രമാണ്. 4th ജനറേഷൻ മാരുതി സുസുക്കി ഡിസയർ ആണ് എൻ്റെ ഇപ്പോൾ ഉള്ളത്. മുൻ മോഡലിനേക്കാൾ 11% ഫ്യൂൽ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചിട്ടുണ്ട് 4th ജനറേഷനിൽ എന്നാണ് വാഹന നിർമ്മാതാക്കൾ പറയുന്നത്. അങ്ങനെയുള്ള കണക്കുകൾ പ്രകാരമാണ് അവർ 24.79 കിലോമീറ്റർ പെർ ലിറ്റർ പറയുന്നത്. CNGയിലാണെങ്കിലും 8% ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടി എന്ന് അവർ പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് 33.73 കിലോമീറ്റർ വരുന്നത്, ഇംപ്രൂവ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് സംവിധാനത്തിലുള്ള വാഹനവും എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂൽ എഫിഷ്യൻസി 25.71 കിലോമീറ്റർ ആണ്. CNG പതിപ്പിലെത്തുന്ന വാഹനം എത്തുന്നത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് എന്നുകൂടി എടുത്തു പറയുന്നു. 4th ജനറേഷൻ ഡിസയറിൽ പുതിയ സസ്പെൻഷൻ സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സുഖയാത്രയാണ് ഈ വാഹനം വാഗ്ദാനം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ 3 സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്തേക്കുള്ളത്. ഹെർടെക് പ്ലാറ്റ്ഫോമിലാണ് വാഹനം എത്തുന്നത്. വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് പുതിയ ഹൈഡ്രോളിക് ക്ലച്ച് സംവിധാനം വന്നിട്ടുണ്ട്. വളരെ സ്മൂത്തായ ഗിയർ മാറ്റത്തിന് ഇത് സഹായിക്കുന്നു. ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഡ്രൈവിംഗ് കംഫർട്ട് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനമാണ്. അനായാസമായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടുപോകാം. അത് ഹൈവേ ആയിക്കോട്ടെ, സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കുള്ള സിറ്റി ആയിക്കോട്ടെ, ഇടുങ്ങിയ വഴികളായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, പക്ഷേ വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ലൈറ്റാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ്. ഇതിൻ്റെ സസ്പെൻഷൻ മികച്ചതാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള ഈ വാഹനത്തിന് ഏറ്റവും വലിയ മികച്ച ഒരു ഇതും അത് തന്നെ. സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിൽ വാഹനം ജസ്റ്റ് പെഡലിലേക്ക് നമ്മുടെ കാലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും വാഹനം സ്റ്റാർട്ടാകുന്നു. വാഹനം അനായാസമായിട്ടുള്ള ഒരു യാത്ര, വളരെ റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റും. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോകും. കയ്യിലൊതുങ്ങുന്ന വിലയാണ്. ശരിക്കും ഡ്രൈവിംഗ് കംഫർട്ട് എടുത്തെടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നു. ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ചില സമയത്ത് വാഹനം വല്ലാണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. എൻജിൻ കഷ്ടപ്പെടുന്നു എന്നുള്ളത്. 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇസഡ് സീരീസ് 3 സിലിണ്ടർ എഞ്ചിനാണ്. ടെക്നിക്കലി മാറ്റങ്ങളൊന്നും തന്നെ അവർ കൊണ്ടുവന്നിട്ടില്ല. എഞ്ചിൻ നോയിസ്, വാഹനം വലിയ സ്പീഡിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എഞ്ചിൻ്റെ നോയിസ് കുറച്ച് വിസിബിൾ ആണ്. അതെനിക്കൊരു ഇതായിട്ട് തന്നെ തോന്നിയിരുന്നു. അത് ശരിക്കും മീഡിയ ഡ്രൈവിലും തോന്നിയിരുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ ദീർഘദൂര എക്സ്പീരിയൻസിലും അത് ഫീൽ ചെയ്തു എന്ന് പറയുന്നു. ഈ വാഹനത്തിന്റെ സുരക്ഷയെക്കുറിച്ചിട്ട്, ഈ വാഹനത്തിന്റെ ബോഡി ഷെൽ നിർമ്മിച്ചതിനെ കുറിച്ചിട്ട് ഇനി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഗ്ലോബൽ എൻക്യാപ്പിൽ അഡൽട്ട് സേഫ്റ്റിയിലും ചൈൽഡ് സേഫ്റ്റിയിലും മികച്ച കണക്കുകൾ, മികച്ച റേറ്റിംഗ് നേടിയ വാഹനമാണ് മാരുതി സുസുക്കി ഡിസയർ. ഹൈ ടെൻസൈൽ സ്റ്റീൽ കൊണ്ടും അഡ്വാൻസ്ഡ് ഹൈ ടെൻസൈൽ സ്റ്റീൽ കൊണ്ടുമാണ് ഈ വാഹനത്തിന്റെ ഷെൽ നിർമ്മിച്ചിരിക്കുന്നത്. വാഹനത്തിന്റെ എഞ്ചിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചിട്ടും എടുത്തു പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിനകത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഫ്യൂൽ എഫിഷ്യൻ ഇസഡ് സീരീസ് എഞ്ചിനാണ് വരുന്നത്. 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇതിന്റെ പീക്ക് പവർ എന്ന് പറഞ്ഞാൽ 5700 RPM-ൽ 60 കിലോ വാട്ടാണ്. 4300 RPM-ൽ 111.7 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ വാഹനത്തിലേക്ക് ഉള്ളത്. CNGയുടെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് CNG സിലിണ്ടറിലും, അതായത് ഡ്യുവൽ ഓപ്ഷൻ പെട്രോളിലും CNGയിലും ഓടുന്ന വാഹനത്തിന്റെ ടോർക്ക് 101.8 ന്യൂട്ടൺ മീറ്റർ ആണ്. 2900 RPM-ലാണ് അവർ ഈ കണക്കുകൾ പറയുന്നത്. ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ 5700 RPM-ൽ 51.3 കിലോ വാട്ടും ആണ്. ലോ എൻഡ് ടോർക്കിൽ വളരെ കംഫർട്ടബിളായ നഗരയാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോമ്പാക്ട് സെഡാനാണ് മാരുതി സുസുക്കി ഡിസയർ എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എത്ര ദൂരം ഓടിച്ചാലും യാതൊരു വിധമായ ബോഡി റോളോ ക്ഷീണമോ ഒന്നും തന്നെ ഈ ഒരു സെഡാനിൽ ഇല്ല. സെഡാൻ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ സെഡാൻ്റെ യാത്രയിൽ ഫാമിലികൾ
ഏറ്റവും അധികം നോക്കുന്നതും അതുതന്നെയാണ്. അപ്പം വിശ്വസിച്ച് വാങ്ങിക്കാം. ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. എനിക്ക് കിട്ടിയ കണക്കുകൾ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ യാത്രാസുഖം, ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജിയുടെ ഇത്, അതുപോലെ തന്നെ മികച്ച സസ്പെൻഷൻ, അതുപോലെ തന്നെ സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ്, എല്ലാം തന്നെയും ഇതാണ്. ഇതിനകത്തെ മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും ഇതിനകത്തെ ടെക്നോളജി ആണെങ്കിലും ഇതിൻ്റെ കംഫർട്ട് ലെവൽസ് ആണെങ്കിലും ഒക്കെ തന്നെയും മികച്ചതാണ്. മാരുതി സുസുക്കി ഡിസയർ എത്തുന്നത് 7 നിറങ്ങളിലാണ്. ഇതിൽ ശരിക്കും 2 നിറങ്ങൾ പുതുതായിട്ട് അവർ അവതരിപ്പിച്ചതാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഗാലന്റ് റെഡ് എന്ന നിറമാണ്. അതേപോലെ തന്നെ അല്യൂറിംഗ് ബ്ലൂ എന്ന നിറവുമുണ്ട്. നട്ട്മക് ബ്രൗൺ, ആർട്ടിക് വൈറ്റ്, സ്പ്ലെൻഡിഡ് സിൽവർ, ബ്ലൂയിഷ് ബ്ലാക്ക്, മാഗ്മ ഗ്രേ കളർ എന്നിങ്ങനെയുള്ള നിറങ്ങൾ. മൊത്തത്തിൽ 7 നിറങ്ങൾ. മാരുതി സുസുക്കി ഡിസയറിന് 5 സ്റ്റാർ സേഫ്റ്റി ഗ്ലോബൽ എൻക്യാപ്പിൽ കിട്ടുമ്പോൾ അതൊരു വലിയ ആഘോഷമായിരുന്നു. ശരിക്കും സേഫ്റ്റിയിൽ ഇത്രയും മുൻപനായിട്ടുള്ള ഈ ഒരു സെഡാൻ ഇങ്ങനെ മത്സരത്തിന് ഇറങ്ങുന്നു, വിപണി കീഴടക്കുന്നു. ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കുകളിൽ 1,53,000 യൂണിറ്റുകളൊക്കെ മാരുതി സുസുക്കിക്ക് വിൽക്കാൻ പറ്റുന്നു. ശരിക്കും 15ലധികം ടോപ്പ് ഓഫ് ദ സേഫ്റ്റി ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിലേക്ക് ഉള്ളത്. ഇതിനകത്തേക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്, റിയർ ക്യാമറ വന്നിട്ടുണ്ട്. 6 എയർ ബാഗുകളെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ABS വിത്ത് EBD വന്നിരിക്കുന്നു. 360 ഡിഗ്രി ക്യാമറ വന്നപ്പോൾ തന്നെ വലിയ ഒരു സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു. നമ്മളുടെ ഫാമിലിക്ക് ഒരു ദീർഘയാത്ര പോകാൻ വീട്ടിലേക്ക് ധൈര്യമായി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സെഡാൻ. എല്ലാ അർത്ഥത്തിലും നമുക്ക് അഫോർഡബിൾ ആണ്. ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്, അതേപോലെ തന്നെ കംഫർട്ട് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ആണെങ്കിലും നമുക്ക് താങ്ങാവുന്നതാണ്. ഇന്ത്യൻ കസ്റ്റമേഴ്സ് മധ്യവർഗത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. വിശ്വസിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മിടുക്കനായിട്ടുള്ള ഒരു സെഡാൻ തന്നെയാണ് മാരുതി സുസുക്കി ഡിസയർ എന്ന് തീർച്ചയായിട്ടും എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഈ വാഹനത്തെ, അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. പുത്തൻ ഡിസൈറിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ്, ബേജും ബ്ലാക്കും കലർന്ന വളരെ മനോഹരമായിട്ടുള്ള. ഈ ഒരു പ്രൈസിന് കിട്ടുന്ന വാഹനം എന്ന നിലയിൽ അത്യാവശ്യം ഡീസൻ്റായിട്ടാണ് മാരുതി സുസുക്കി ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഒരു വുഡൻ ഫിനിഷ് ഉണ്ട്, 3 ലെയർഡ് ഡാഷ്ബോർഡ് ഡിസൈനാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഈ വലിയൊരു ടച്ച് സ്ക്രീൻ, 22.8 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ള ഈ ടച്ച് സ്ക്രീൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി. നല്ല റെസ്പോൺസീവാണ്. ഇതിനകത്ത് നമ്മൾ അതിലേറെ ഇഷ്ടപ്പെടുന്നത് ഇതിൽ 360 ഡിഗ്രി ക്യാമറയാണ്. ഒരുപാട് ഗുണം ചെയ്യും. ഒരാളുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ ഈ ഒരു 360 ഡിഗ്രി ക്യാമറ കൊണ്ട് ഏത് ഇവിടെ കൂടെയും നമ്മൾക്ക് പോകാം. ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ 4.2 ഇഞ്ചസ് ആണ്. അതും നമുക്ക് പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ആണെങ്കിലും ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ കാണിക്കുന്നത് ശരിക്കും 13.6 ഉള്ളൂ. നേരത്തേക്ക് 14 കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ സത്യസന്ധമായി പറഞ്ഞാൽ എൻ്റെ ഒരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു 20 ദിവസമായിട്ട് ഈ വാഹനം ഓടിക്കുന്നു. ഒരിക്കൽ പോലും ഇതിനപ്പുറത്തേക്ക് ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഇതിന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണിച്ചിട്ടില്ല എന്നുകൂടി പറയുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. വയർലെസ് ചാർജിങ് സൗകര്യം വന്നിട്ടുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. അത്യാവശ്യം ഈ വിലയ്ക്ക് കിട്ടുന്ന ഒരു വാഹനത്തിൽ ഒരു ഡീസൻ്റ് ആയിട്ട് അവർ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഇതിൽ ശരിക്കും റിച്ച് സിൽവർ ആക്സെന്റ് കൊണ്ടുവന്ന് ഇതെല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട്. മാരുതി സുസുക്കിയുടെ ലോഗോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ തന്നെ ഒരു സിൽവർ എലിമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭംഗി ഇവിടെയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. നമുക്ക് ഹാൻഡ് റെസ്റ്റോ ഇതുകളോ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്, USB പോർട്ടർ ഉണ്ട്, ഇവിടെ വയർലെസ് ചാർജിങ് സൗകര്യങ്ങളുണ്ട്. ഇതിൽ മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റം. അതേപോലെ തന്നെ മാരുതി സുസുക്കി വാഹനങ്ങളെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ ആണ് എന്ന് പറയണം. വലിയ ജാടകളോ വലിയ വിലകളോ ഒന്നും തന്നെ നൽകാതെ ശരിക്കും മാന്യമായ വിലയിൽ അത്യാവശ്യം ഒരു മധ്യവർഗത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നു. ഡോർ പാനലിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നല്ല യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ശരിക്കും നമുക്ക് 1 ലിറ്റർ ബോട്ടിൽ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാം. റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ചെറുതാണെങ്കിലും സൺറൂഫ് വേണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു മധ്യവർഗ കുടുംബത്തിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിരിക്കുകയാണ് മാരുതി സുസുക്കി ഡിസയർ. ഇലക്ട്രിക് സൺറൂഫ് കൊണ്ടുവന്നിരിക്കുന്നു. ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന ഒരു വാഹനത്തിൽ ശരിക്കും ഒരു കുഞ്ഞൻ സൺറൂഫ് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും വാഹന നിർമ്മാതാക്കളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ചെറിയ മോഹങ്ങളൊക്കെ തന്നെയും സാധിച്ചു കൊടുത്തിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. ഈ വിലയേ ഉള്ളൂ എന്നുള്ളത്. ശരിക്കും അഫോർഡബിൾ പ്രൈസ്, മികച്ച ഫ്യൂവൽ എഫിഷ്യൻസി, ഡ്രൈവിംഗ് കംഫർട്ട്, മികച്ച യാത്രാ അനുഭവം, മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവ്, ശരിക്കും ഇത്ര എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു കുടുംബ സെഡാൻ ആണ് മാരുതി സുസുക്കി ഡിസയർ എന്ന് വീണ്ടും 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 എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ എടുത്തു പറയുകയാണ്. ഡിസൈറിലേക്ക് വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അതേപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസും എല്ലാം തന്നെ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രിക് സൺറൂഫിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. റിയർ AC വെന്റുകളും കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ഈ ഒരു സീറ്റ് അപ്പോൾസ്ട്രിയുടെ കാര്യം പറയുന്നു. ബേജ് കളറിലുള്ള ഈ ഒരു സീറ്റിലെ കംഫർട്ട് നല്ലതാണ്. നമുക്ക് തീർച്ചയായിട്ടും വേണ്ടുന്നത് സേഫ്റ്റി വേണം, കംഫർട്ട് വേണം, ഫ്യൂൽ എഫിഷ്യൻസി വേണം, മെയിൻ്റനൻസ് കോസ്റ്റ് ചെറുതായിരിക്കണം. ഇതൊക്കെ തന്നെയും സാധൂകരിക്കുന്നതാണ് മാരുതി സുസുക്കി ഡിസയർ എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു.